ഹലോ ഫ്രണ്ട്സ്, നൗഫലാണ്. ഇന്നിപ്പോൾ നമ്മളുള്ളത് തെങ്കാശിയിലാണ് കേട്ടോ. തെങ്കാശി നമ്മുടെ അതിർത്തി ഗ്രാമമായ തെങ്കാശിയിലേക്ക് ഒരു യാത്രയാണ് നമ്മളിന്നിപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം തെങ്കാശിയിൽ നമുക്ക് എന്താ പറയുന്നത്, നല്ല അതിമനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. റീൽസിലൂടെയൊക്കെ നമുക്ക് പരിചയമുള്ള സുന്ദരപാണ്ഡ്യപുരമാണ് ഇപ്പം ഇന്ന് നമ്മുടെ ലൊക്കേഷനായിട്ടുള്ളത്. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ അതിമനോഹരമായ ഒരു ലേക്കാണെന്ന് തോന്നുന്നത്. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേനും നമ്മൾ ഒരു നല്ല സുന്ദരമായ കുറച്ച് പാറക്കൂട്ടങ്ങളൊക്കെ കാണാനിടയായി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അന്വേഷിച്ചപ്പോഴാണ് ഇത് സംഭവം അന്യൻ പാറ എന്നാണ് ഈ ലൊക്കേഷൻ അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കൗതുകത്തിന് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്യൻ ഫിലിമിൻ്റെ ഒരു പാട്ട് ഈ ഏരിയയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഈ പാറയായിരുന്നു എൻ്റെ ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മളൊന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ കയറിപ്പോയി. അപ്പം ഒന്നും പറയേണ്ട, നല്ല അടിപൊളി വൈബാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഒരു നിമിഷം കേരളത്തിലൊക്കെ എത്തിയ ഒരു ഫീലാണ് നമുക്ക് കൊടുക്കുന്നത്. ഫുള്ള് നെൽപ്പാടങ്ങളും അതേപോലെ നല്ല അടിപൊളി കാറ്റും, നല്ല രസമായിരുന്നു, നല്ല രസം. ഞങ്ങളത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേനും അവിടെ ഇച്ചിരി കൂടെ വലിയ കുറേ കൂട്ടങ്ങളുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ ഒരുപാട് മലയാളികളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി വണ്ടികളാണ് നമ്മളിവിടെ കൂടുതൽ കണ്ടത്. അതേപോലെ തന്നെ മലയാളികൾ തന്നെയാണ് ഇവിടെ മൊത്തം ഉള്ളത് തന്നെ. ഫിലിമിലെ ഒരു പാട്ട് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതിൻ്റെ ഇത് പെയിൻറ്റിംഗ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ അത് പിന്നീട് ആ ഫിലിമിന് ഇതിന് ശേഷം പിന്നെ അതങ്ങ് മാഞ്ഞൊക്കെ പോയി. എന്നിരുന്നാലും ഇപ്പോഴും ഈ സ്പോട്ട് അറിയപ്പെടുന്നത് അന്യൻ പാറയെന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ അന്യൻ പാറയെന്നൊക്കെ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ തന്നെ കൊണ്ടെത്തിക്കും. അപ്പം ഇതുപോലെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ അടുത്ത പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയാണ്. അപ്പം അത് ഏകദേശം സീസണൊക്കെ കഴിയാറായി. ഒരുപാട് ഏരിയകൾ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കണ്ടു. അങ്ങനെ കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പാടം കിട്ടി. അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും ഓക്കെ, ഗുഡ് ബൈ.